ലഭിക്കും. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ആളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ അഭിമാനപരസ്പരം പ്രഖ്യാപിക്കപ്പെടുന്നൊരു നാമമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അവൻ ഇങ്ങനെ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സാമ്പത്തികത്തിന്റെ ഭദ്രത കൊണ്ട് നിനക്ക് സമാധാനം ലഭിക്കണമെന്നില്ല. സാമ്പത്തികത്തിന്റെ ചുറ്റുപാടുകൾ കൊണ്ട് നിനക്ക് സമാധാനം ലഭിക്കണമെന്നില്ല. എത്രയൊക്കെ ആർഭാടത്തോടുകൂടി ജീവിച്ചാലും, ആരൊക്കെ വിരൽത്തുമ്പിൽ നിന്റെ അടുക്കൽ വരികയാണെങ്കിലും, ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ പാപത്തിന്റെ വിപത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റപ്പെടുന്ന മേഖലകളിൽ മനുഷ്യനും തനിച്ചാണെന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ചരിത്രത്തെ വിറപ്പിച്ച അനേകം രാജാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം മരണത്തിന്റെ മുൻപിൽ ചൊല്ലി പറഞ്ഞ്, മരണത്തിന് മുമ്പിൽ അവർ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞില്ല, സാധ്യമല്ല, ഇതിനെ വിജയിപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ ഒരുപാട് ചരിത്രകാരന്മാരെ ഞങ്ങൾ എണ്ണിപ്പറയുവാൻ. എന്നാൽ ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് കാലത്തിന്റെയും മരണത്തിന്റെയും മുമ്പിൽ തോറ്റുപോയ രാജാക്കന്മാരുടെ കഥകൾ പറയുവാൻ വേണ്ടി നിൽക്കുകയല്ല. കാലത്തെയും മരണത്തെയും അതിജീവിച്ച് ഇന്നും മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങളുടെ ആരാധ്യനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യന് വരുത്തിയ രൂപാന്തരത്തിന്റെ കഥ പറയുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. യേശുവിന്റെ വാക്കുകൾ അനേകം സാമ്രാജ്യങ്ങളും പുഴകളും കാടുകളും കടലുകളും കായലുകളും കരയും താണ്ടി കേരളത്തിന്റെ മണ്ണിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ അത് അസമാധാനത്തിന്റെ കാറ്റിനെ പറപ്പിച്ചിട്ട് സ്നേഹത്തിന്റെ വെള്ളരിപ്പുറാവുകളെ ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന് നവോത്ഥായകന്മാരായി ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്തു. പക്ഷെങ്കിൽ അവരൊക്കെ നിഴൽ പോലെ മായുന്ന അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നു. സമാധാനത്തിന്റെ വ്യക്താക്കളെന്ന് അവകാശപ്പെട്ട അനേകർക്കും സമാധാനത്തിന്റെ പൂർണ്ണരൂപം നൽകാതെ അതൊക്കെ ജലത്തിൽ വരച്ച രേഖകൾ പോലെ കലാകർമ്മപ്പെട്ടു പോയപ്പോൾ